എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മുടെ നാടിന്റെ ഈ ആദരവ് ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള ഷാഫി പറമ്പിൽ MP ഏറെ ബഹുമാനത്തോടെ അദ്ദേഹത്തെ ഈ ആദരവ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായി ക്ഷണിക്കുകയാണ്. നമ്മുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള MP ഈ ആദരവ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ഏറെ ബഹുമാനത്തോടെ. പ്രിയപ്പെട്ടവരെ, താങ്ക് യു. ഞാൻ സത്യം പറഞ്ഞ പ്രസംഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഒരു പരിപാടിയുടെ പേരിൽ എന്നെ ഇങ്ങനെ ഇതുപോലെ വിടാതെ പിന്തുടർന്ന വേറെ ആരും ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നിപ്പോവാൻ. ഞാൻ പല ഘട്ടത്തിൽ വിചാരിച്ചിട്ടുണ്ട് ഈ പരിപാടി ഞാൻ ഇല്ലാതെ നടക്കുമായിരിക്കും. എന്റേതായ കാരണം കൊണ്ടും എന്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ടും ഒക്കെ ഇതിന്റെ ഡേറ്റ് തീരുമാനിച്ചു കൊടുക്കാൻ വൈകുമ്പോൾ, അതല്ലെങ്കിൽ തീരുമാനിച്ച ഡേറ്റ് മാറിപ്പോകുമ്പോൾ, സമയത്തിന്റെ പ്രയാസം വരുമ്പോൾ, അവധി ദിവസം അല്ലാത്തതായി പോകുന്നതിന്റെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, അങ്ങനെ പലതവണ തീരുമാനിച്ചിട്ട് ഞാൻ ഇത് ഈ സാധനം എനിക്കിപ്പോ എന്റെ ഇലക്ഷൻ പോസ്റ്റർ പോലെ കാണാതെ അറിയാം. ഈ സാധനം ഞാൻ ഇത് ഒരുപാട് തവണ ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. ഇവര് പിന്നെ ഒമോഞ്ഞിക്കയും പിന്നെ മുസാഖ് ഇവരൊക്കെ കാണാൻ വേണ്ടി വരുമ്പോ ഇവരുടെ കാറില് വാട്സപ്പില് എല്ലായിടത്തും ഇതിങ്ങനെ കാണും. ഇതിൽ പല ഡേറ്റും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ അത്രയൊക്കെ പ്രയാസം ഇതിന്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് ഞാൻ മൂലം നിങ്ങൾക്ക് വന്നതിന്റെ ഞാൻ ആദ്യം ക്ഷമ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ ഖേദം ഞാൻ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ബോധപൂർവം അല്ല. എന്നോട് DCC പ്രസിഡന്റ് ഈ പരിപാടിയെ സംബന്ധിച്ച് തുടക്കം പറഞ്ഞപ്പോൾ തന്നെ എന്റെ ആശങ്ക ഉണ്ടായിരുന്നത് 10-45 ദിവസത്തോളം പാലക്കാട്ടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. 23-ാം തീയതി റിസൾട്ട് വന്നു, 25-ാം തീയതി പാർലമെന്റ് തുടങ്ങി. അപ്പൊ വടകരയിൽ ചെയ്തു തീർക്കേണ്ടതും ചെല്ലണ്ടതുമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളും പിന്നെ ഉത്തരവാദിത്തങ്ങളും ഉള്ള ഒരു സമയമായതുകൊണ്ട് ആ പറഞ്ഞ സമയത്ത് ഉണ്ണീഷേട്ട എത്താൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലുള്ള സംശയവും, ഇനി ഡേറ്റ് തരുമ്പോ തന്നെ അവിടുത്തെ ആൾക്കാർ ഡേറ്റ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം, അപ്പൊ അതിന് കൊടുക്കാൻ സമയമില്ലാണ്ട് ഇതിന് കൊടുക്കും എന്നുള്ളത് ഉൾപ്പെടെയുള്ള പരാതികളൊക്കെ വന്നുകൊണ്ട് അതിന് കുറെ കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ടേ ഒരു ഡേറ്റിനെ സംബന്ധിച്ച് ആലോചിക്കാൻ കഴിയുമായിരുന്നു. ഇത് ആദ്യം തീരുമാനിച്ച സമയത്ത് നിങ്ങൾ ഇതിലും ഉജ്ജ്വലമായിട്ട് ഇതിന്റെ എല്ലാ ഒരുക്കങ്ങളും നടത്തി ഡേറ്റൊക്കെ തീരുമാനിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാണെന്നൊക്കെ എനിക്ക് അറിയാം. കുറെ ആളുകൾ അന്ന് വരാനൊക്കെ താല്പര്യപ്പെട്ടിരുന്നിരുന്നാണ്. കുറച്ച് ആളുകൾ വിദേശത്ത് പോയതിനെ സംബന്ധിച്ചൊക്കെ പറയുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ടും ഇതൊക്കെ ഇങ്ങനെ നീണ്ടുപോയിട്ടും ഇങ്ങനെ ഇത്ര വൈകിട്ടാണെങ്കിലും ഇല്ലോളം വൈകിട്ടാണെങ്കിലും ഇങ്ങനെ ഒരു സംഗമത്തിൽ നിങ്ങളെല്ലാം കാണാൻ കഴിയുന്നതിലുള്ള എൻ്റെ സന്തോഷം ഞാൻ മറച്ചു വെക്കുന്നില്ല. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹാശംസകൾ അറിയിക്കാൻ ഈ സംഗമം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഞാൻ ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. ഇവിടെ ഡേറ്റ് ആയി എന്ന് പറയുമ്പോൾ ഇതിന് മുമ്പ് പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്ന എല്ലാ ആളുകളും അതും അറിയും. അപ്പൊ പിന്നെ അതിനോട് കണക്ട് ചെയ്തിട്ട് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഞാൻ 6 സ്ഥലങ്ങളിലും കൂടെ വിവിധ പരിപാടികളിൽ പങ്കെടുത്താലേ ഇന്ന് പിന്നെ കൂട്ടിൽ കയറാൻ പറ്റുള്ളൂ. ഇപ്പൊ സാധാരണ കൂട്ടി കയറുന്നതൊക്കെ പുലർച്ചെയായിട്ടാണ്, 1 മണി 2 മണിയായിട്ടാണ് എല്ലാ ദിവസവും ഇന്നലെയും മിഞ്ഞാന്നൊക്കെ വരുന്നത്. എന്താണെങ്കിലും ഏഴോം പോലൊരു പഞ്ചായത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയ സ്ഥിതിയും ഇവിടുത്തെ സാഹചര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും ഒരു വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ച് അതിലൂടെ കൈത്താങ്ങിന്റെ പ്രവർത്തനങ്ങൾ നടത്തി, അതിലൂടെ മനുഷ്യർക്ക് സ്നേഹം നൽകി, മനുഷ്യർക്ക് ആശ്വാസം നൽകി, മനുഷ്യരുടെ പ്രയാസങ്ങളിൽ അവരുടെ കഷ്ടപ്പാടിൽ പ്രത്യാശയായി, അവരുടെ ബലഹീനതയിൽ ശക്തിയായി, അവരുടെ ദുഃഖത്തിൽ ആശ്വാസമായി എല്ലാവരും അവരവരുടെ പരിമിതിക്കുള്ളിൽ നിന്ന് പ്രവർത്തിച്ച് രൂപപ്പെട്ടു വരുന്നൊരു കൂട്ടായ്മയുടെ ഭാഗമായി ഇത്തരമൊരു സംഗമത്തിലേക്കും ഇത്തരമൊരു സ്നേഹക്കൂട്ടായ്മയിലൊക്കെ കാര്യങ്ങൾ എത്തിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നിതാന്ത പരിശ്രമവും നിരന്തരമായ അധ്വാനവും ഒരിക്കലും പാഴായി പോയിട്ടില്ല. അതിന് താൽക്കാലികമായ പരാജയങ്ങൾ ഉണ്ടാവും, പക്ഷേ നിങ്ങൾ കുറിച്ച ലക്ഷ്യം നിങ്ങൾ നേടുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത് മനുഷ്യരെ സംബന്ധിച്ചുള്ളതാണ്. ഇത് മനുഷ്യരെ സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. കേവലം രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് മാത്രമല്ല, രാഷ്ട്രീയ പ്രവർത്തനത്തെ കേവലം എന്ന് വിളിക്കാനും കഴിയില്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി അധികാരത്തിന്റെ അടയാളപ്പെടുത്തലുകളോ അധികാരത്തിന്റെ ചിഹ്നങ്ങളോ അധികാരത്തിന്റെ ഒരു തരത്തിലുള്ള കിരീടവും ചെങ്കോലും ഇല്ലെങ്കിലും ഒരു സാധാരണക്കാരന്റെ കണ്ണീരൊപ്പാൻ മനസ്സുള്ള ഒരു ജനത ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കർമ്മധീരരായ സഹപ്രവർത്തകരായിട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തുന്ന
ഇടപെടലുകൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നറിയുന്നതിൽ അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. അതിലൊരാൾക്ക് നിങ്ങളുടെ നാട് എല്ലാവരും കൂടെ ചേർന്ന് ഒരു സ്നേഹ സ്വീകരണവും നൽകുന്നു. പ്രിയപ്പെട്ട CP ജലീൽക്ക് ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹവുമായിട്ട് ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ 1-2 തവണ ദുബായുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ നേതാക്കന്മാരുടെയൊക്കെ സാന്നിധ്യത്തിൽ തന്നെ ഈ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടൊക്കെയാണ്. പക്ഷെ അപ്പം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അറിയുമ്പോൾ നമ്മളിപ്പം മറ്റുള്ളവർക്ക് വേണ്ടി നീക്കി വെക്കാവുന്നത് എന്താണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മറ്റുള്ളവർക്ക് വേണ്ടി നീക്കി വെക്കാവുന്നത് പലർക്കും പലതരത്തിലുള്ള കാര്യങ്ങളായിരിക്കും. അവനവന്റെ എല്ലാ പ്രയാസങ്ങളും തീർന്നിട്ട് ഒരാളെയും ആർക്കും സഹായിക്കാനോ ഒരാൾക്കും ആർക്കും വേണ്ടി നിലകൊള്ളാനോ സാധിക്കില്ല. അത് എത്ര വലിയ ആളുകളാണെങ്കിലും ഏത് അർത്ഥത്തിൽ ഏത് അളവുകോൽ കൊണ്ട് വലുതാക്കിയാലും ചെറുതാക്കിയാലും ഒക്കെ എല്ലാ മനുഷ്യർക്കും അവരുടേതായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്, എല്ലാ മനുഷ്യർക്കും അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മളിപ്പോ സാമ്പത്തികമായിട്ട് നല്ല സ്ഥിതിയിലുള്ള ഒരാളെ നോക്കിയാൽ അവർക്കെല്ലാം സൗകര്യപൂർണ്ണമാണ് നമ്മൾ വിശ്വസിക്കുമ്പോഴും ഒരുപക്ഷെ അതിൻ്റെതായിട്ടുള്ള സമ്മർദ്ദങ്ങളും അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളും ചിലപ്പോൾ അവർക്കുണ്ടാവാം. അതങ്ങനെ ഓരോരുത്തർക്കും അവനവന്റെ പ്രയാസങ്ങളെ മുഴുവൻ തീർത്ത് വെച്ചിട്ട് ഇപ്പൊ യൂസഫ് അലിയെ പോലെ ആയിട്ട് വേണം ഒരാളെ സഹായിക്കാൻ നമ്മൾ ആരെങ്കിലും വിചാരിച്ചാൽ ഒരിക്കലും സഹായിക്കലുണ്ടാവില്ല. അതിന്റെ കാര്യം എന്താണെങ്കിലും ഉള്ളതിൽ നിന്ന് എന്തെങ്കിലും കൊടുത്തവരെ കൊടുത്ത ചരിത്രമുള്ളൂ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അത് ചിലപ്പം പണമാവാം, ചിലപ്പോ വസ്തുക്കളാവാം, ചിലപ്പോ ഒരു ചിരിയാവാം, ചിലപ്പോ ഒരു വാക്കാവാം, ചിലപ്പോ ഒരു തലോടലാവാം, ചിലപ്പോ സാന്നിധ്യമാവാം, ചിലപ്പോ സമയമാവാം, ചിലപ്പോ ഒരു കൂട്ടായ്മയാവാം, ചിലപ്പോ ഒരു കൂടിച്ചേരലാവാം, ചിലപ്പോ ഒരു ധൈര്യമാവാം, ചിലപ്പോ കൂടെ ഉണ്ടെന്നുള്ളൊരു സന്ദേശമാവാം. അങ്ങനെ പലതും ആവാം. ഒരാൾക്ക് വേണ്ടി നിലകൊള്ളുക, ഒരു സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുക